മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. ആലപ്പുഴ കാർത്തികപ്പള്ളി യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. അവധി ദിവസമായതിനാൽ അപകടം ഒഴിവായെന്നും കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ലെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ നൽകും വിവരങ്ങൾ. ശരണ്യ, ഒരു സ്കൂൾ ഒരു ജീവനെടുത്ത വേദന നമ്മെ വിട്ടു മാറിയിട്ടില്ല. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്ത വരുന്നു. കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു എന്ന്. ഏറെ ആശ്വാസം. ഇന്ന് ഞായറാഴ്ചയാണ്, സ്കൂളില്ല, അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസം അല്ലേ? എന്താ സംഭവിച്ചത്? വിവരങ്ങൾ. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ ആലപ്പുഴയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ, അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയും അത്തരത്തിലൊരു ഭീതി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കാർത്തികപ്പള്ളി LP സ്കൂളിലെ കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. ഈ സ്കൂൾ കെട്ടിടത്തിൽ നമ്മൾ പ്രധാനാധ്യാപനം ഉൾപ്പെടെ ബന്ധപ്പെടുമ്പോൾ അതിൽ ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ അതിനകത്ത് പഠിക്കുന്ന ക്ലാസ് മുറികളല്ല എന്നാണ് വ്യക്തമാക്കിയതെങ്കിലും അങ്ങനെ അല്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 4C അടക്കമുള്ള, അതായത് 4C അടക്കമുള്ള ഡിവിഷനുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുൻഭാഗമാണ് തകർന്നു വീണിട്ടുള്ളത്. കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ വീണിട്ടുള്ളത്. കഴുക്കോലുകൾ ഒടിഞ്ഞ നിലയിൽ ഓട് താഴത്തേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളാണ്. ഒപ്പം തന്നെ ഓഫീസ് കെട്ടിടവും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കുട്ടികൾ ഇല്ലാതിരുന്നതാണ് ഒരു അപകടത്തിൽ നിന്ന് ഇതിപ്പോൾ ഒഴിവായി നിൽക്കുന്നത്. അതേസമയം ഇത് പ്രവൃത്തി ദിവസമായിരുന്നുവെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയതിന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഈ കെട്ടിടത്തിന് നേരത്തെ തന്നെ ഫിറ്റ്നസ് നൽകാൻ അപകടാവസ്ഥയിലാണെന്നും ഫിറ്റ്നസ് നൽകാനാവില്ലെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ മേൽക്കൂര തകർന്ന ഭാഗം നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ഇവിടെ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അധ്യാപകൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ചെറിയ കുട്ടികളാണ്, UP സ്കൂൾ വിദ്യാർത്ഥികളാണ്. അവർ അതിൽ ഓടിക്കളിച്ചെന്നിരിക്കാം. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറഞ്ഞിരുന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളറിയാം, അനാസ്ഥയുടെ സംവിധാനത്തിന്റെ ഇരയായതാണ് മിഥുൻ. അതിന്റെ ഒരു ബാക്കിപത്രം ഇനി ഉണ്ടാവരുതേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. എന്ത് ന്യായീകരണമാണ് സ്കൂൾ അധികൃതർക്ക് പറയാനുള്ളത്? ഇത്തരത്തിൽ ഈ കെട്ടിടം പൊളിഞ്ഞു വീഴാറായ കാര്യം അവർ അധികൃതരെ അറിയിച്ചിരുന്നില്ലേ? എന്താണ് അധ്യാപകൻ പറയുന്നത്? ഈ പ്രഥമ അധ്യാപകർ അവിടെ പുതിയൊരു കെട്ടിടം പണിതിട്ടുണ്ട്. അതിലേക്ക് കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരികയായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം കുട്ടികളെ പൂർണ്ണമായി ആ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം 4C അടക്കമുള്ള 4ാം ക്ലാസ് അടക്കമുള്ള വിവിധ ഡിവിഷനുകൾ അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കളായ ആളുകൾ പറയുന്നത്. ഒപ്പം സ്കൂൾ ഓഫീസ് കെട്ടിടവും ഓഫീസും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും കുട്ടികൾ ഓടി നടക്കുന്ന, ചെറിയ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന, കളിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളതാണ്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ അത് നേരത്തെ തന്നെ പഞ്ചായത്ത് അധികൃതർ ഇതിന്റെ ഫിറ്റ്നസ് നിഷേധിക്കുകയും ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് ഈ പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് തകർന്നു വീണിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മുഴുവൻ കണ്ണീരിലാക്കിയ സംഭവങ്ങൾ നടന്നതാണ്. ഇതിന് 13 വയസ്സുകാരൻ നമുക്കിടയിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷകർത്താക്കൾക്ക് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയതും ഈ ഇത്തരത്തിലൊരു അനാസ്ഥയുടെ ഭാഗമായാണ്. ഈ സ്കൂൾ കെട്ടിടത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാളെ, അതായത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരുന്നെങ്കിൽ അത് ഈ കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ ഒരു അപകടത്തിലേക്കും അനാസ്ഥയിലേക്കും അത് മാറുകയും ചെയ്യുന്നതിനെ സ്കൂൾ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തന്നെയുള്ള കഴുക്കോലുകൾ നീണ്ടു നിൽക്കുന്ന ഭാഗത്തോടു കൂടിയുള്ള ഓട് ഉള്ള ഭാഗമാണ്, മേൽക്കൂരയാണ് തകർന്ന് താഴത്തേക്ക് വീണിരിക്കുന്നത്. അതിൽ നല്ല ഭാരമുള്ള തടികൾ ഉൾപ്പെടെ താഴത്തേക്ക് വീണിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ ഫിറ്റ്നസ് നൽകാതെ പഞ്ചായത്ത് അധികൃതർ നൽകിയിരുന്നില്ലെങ്കിൽ പോലും ഷിഫ്റ്റിംഗിന്റെ ഭാഗമായി കുട്ടികൾ ഇപ്പോഴും പൂർണ്ണമായി മാറ്റിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കുട്ടികൾ നാളത്തെ ദിവസമാണ് ഇത് സംഭവിച്ചതെങ്കിൽ, അധ്യയന ദിവസമാണ് സംഭവിച്ചതെങ്കിൽ വലിയ അപകടം, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറികളാണ്. തീർച്ചയായും. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.